ഹലോ, കേരള ഫുഡ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് അവിയൽ തയ്യാറാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിയലിന് ആവശ്യമായ പച്ചക്കറികൾ കഴുകി വൃത്തിയാക്കി മുറിച്ച് നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. ഇനി ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കുന്നതിന് ഒരു മിക്സിയുടെ ജാറിൽ 3 പച്ചമുളക്, 4 ചുവന്നുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1 കപ്പ് തേങ്ങ ഇത്രയും ഒന്ന് ചതച്ചെടുത്ത് നമുക്ക് വേവിക്കാനുള്ള പച്ചക്കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് വെള്ളം കൂടി എടുത്ത് ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം. ഇനി നമുക്കിതിനാവശ്യമായ അണ്ടിപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്കിനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി മൂടി വയ്ക്കാം നമുക്ക്. നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. രുചികരമായ ഒരു അവിയലാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.